നമസ്കാരം. ഇനി വെറും 5 ദിവസങ്ങൾ കൂടി മാത്രം. എന്തിനാണെന്നല്ലേ, 50% വിളവിൽ നമ്മുടെ വാഹനത്തിന്റെ പഴയ ഈ ചെല്ലാനുകൾ തീർപ്പാക്കാനുള്ള സമയപരിധി ഏപ്രിൽ 30 അവസാനിക്കുന്നു. 31 ഡിസംബർ 2024 വരെയുള്ള പെൻഡിംഗ് ചെല്ലാനുകൾക്കാണ് സർക്കാർ ഈ ഇളവ് പ്രഖ്യാപിച്ചിരുന്നത്. 2024 ഡിസംബർ 31 വരെയുള്ള പോലീസിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെയും ചെല്ലാനുകൾ നേർപകുതി നിരക്കിൽ അടച്ച് ലക്ഷോപലക്ഷം വാഹന ഉപയോക്താക്കൾ ഈ സൗകര്യം ലഭ്യമാക്കി കഴിഞ്ഞു. പലരും കരുതുന്നത് ഈ ഇളവ് ലഭിക്കാനായി വളരെയധികം പ്രോസസ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കേരള മോട്ടോർ വെഹിക്കിൾ സർവീസ് പോർട്ടലിൽ കയറിയാൽ വളരെ ഈസിയായി 50% നിരക്കിൽ നിങ്ങളുടെ പഴയ ഈ ചെല്ലാനുകൾ തീർപ്പാക്കാവുന്നതാണ്. അപ്പോൾ സാറിൻ്റെ വീഡിയോ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ സാറ് പറഞ്ഞ കാര്യം നമുക്ക് മൊബൈൽ വഴി എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇത് ഞാൻ തരുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആയിട്ട് ഓൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമ്മൾ വണ്ടി നമ്പറും അതേപോലെ ചേസ് നമ്പറും മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 2024 ഡിസംബർ 31 മുമ്പ് കിട്ടിയ ഫൈനുകളാണ് ഇത്തരത്തിൽ 50% ഓഫിൽ നമുക്ക് അടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കുക. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ഇപ്പോൾ നമ്മളെ വണ്ടി നമ്പറും കാര്യങ്ങളും ചെല്ലാൻ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പെൻഡിങ് ഉള്ള ചെല്ലാൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ എന്തിനുള്ളതാണെന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബെൽറ്റ് ഇടാത്തതിനാണ് രണ്ടാൾക്ക് 500 കിട്ടിയിട്ട് 1000 റുപ്യാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പെൻഡിങ് ഇപ്പോൾ കണ്ടോ, നമ്മളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻഡിങ് ചെല്ലാൻ എലിജിബിൾ അണ്ടർ അഡ്മിനിസ്ട്രേറ്റീവ് സ്കീമിൽ എലിജിബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ സെലക്ട് ഓൾ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കട്ടോ. അതിൻ്റെ 1000 ഉള്ളത് 500 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരള എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം അവിടെ സെലക്ട് ഓൾ എന്നുള്ള അത് ടിക്ക് മാർക്ക് ചെയ്ത് അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യാട്ടോ. ഇപ്പോൾ കണ്ടോ 1000 ഉള്ളത് ഇതിൻ്റെ കണ്ടോ ഡേറ്റ് അതിൽ 2024 കിട്ടിയതാണ്. അത് 1000 ഉള്ളത് 500 കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ പേരടിക്കുക. അതിനുശേഷം പ്രൊസീഡ് പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ പ്രൊസീഡ് പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ വഴിയാണോ അതല്ലെങ്കിൽ നമുക്ക് ഏത് വഴി വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അക്കൗണ്ട് കാർഡ് അടിച്ചിട്ട് അങ്ങനെ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് ബെറ്റർ, നമുക്ക് എളുപ്പം അതല്ല. അപ്പോൾ അതുവരെ ഞാൻ ഗൂഗിൾ പേ വഴിയാണ് ചെയ്യുന്നത്. അതിൽ പേ നൗ എന്നുള്ളതിൽ കൊടുത്തു. കണ്ടിന്യൂ ടു ട്രഷറി എന്നുള്ളതിൽ കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇപ്പോൾ നെറ്റ് ബാങ്കിങ് ആണ്, ഏതാണ് ഗേറ്റ് വേ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ UPI സെലക്ട് ചെയ്തിട്ടുണ്ട്. UPI അതിൽ ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഗൂഗിൾ പേയിലേക്ക് ആ പേയ്മെൻറ്റ് വരും. അത് സ്ക്രീൻ റെക്കോർഡിൽ വരില്ല കേട്ടോ. അത് ബ്ലാങ്ക് ആയിട്ട് കാണിക്കുക. കാരണം ഗൂഗിൾ പേൻ്റെ സ്ക്രീൻ റെക്കോർഡ് നമുക്ക് എനേബിൾ ആവാൻ കിട്ടുകയില്ല. അപ്പോൾ ഇപ്പോൾ പേയ്മെൻറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് യുവർ പേയ്മെൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഓക്കെ. ഇപ്പോൾ കണ്ട പേയ്മെൻറ്റ് കംപ്ലീറ്റ് സക്സസ്ഫുൾ ഈ ചെല്ലാൻ അപ്ഡേറ്റ് ഓൾസോ എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സംഭവം നമ്മൾ എമൗണ്ട് അടക്കൽ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ 1000 രൂപയുടെ ഫൈൻ വന്നത് 500 രൂപയ്ക്ക് അടച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ വെറുതെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇനി വീണ്ടും അതിൽ കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് വേണമെന്നില്ല, നമുക്കത് ഇത്തരത്തിൽ അടച്ചു കഴിഞ്ഞാൽ കണ്ടോ നോ ചെല്ലാൻ എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ചെല്ലാൻ എന്താ അയക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് ചെല്ലാൻ ഡീറ്റെയിൽസ് ജസ്റ്റ് വണ്ടി നമ്പറും മൊബൈൽ നമ്പറൊക്കെ അടിച്ച് ജസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ അതിലും ഓൾമോസ്റ്റ് അത് പോയിട്ടുണ്ട് കേട്ടോ. ആ ചെല്ലാൻ ഓൾറെഡി അടച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മുമ്പ് അടച്ചത് ഏതെങ്കിലും അടക്കം പെൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ പുതിയതിന് നമുക്ക് നിലവിൽ ഇത് ലഭിക്കില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.